ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഡേസിക്കും ജോബിൻ്റെ കൂടെ ഒന്ന് പോവായിരുന്നു. ഒന്നുമില്ലെങ്കിലും അവരെ കണ്ടൊന്ന് യാത്ര പറയേണ്ടതല്ലായിരുന്നോ? പോകാതിരുന്നത് മോശമാണെന്ന് എനിക്കും അറിയാം ഗീത. പക്ഷെ എങ്ങനെ ഞാൻ അവരെ ഫേസ് ചെയ്യും? അവർക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും. എല്ലാം അറിഞ്ഞു വെച്ചിട്ടും ഒന്നും പറയാനില്ലാത്തൊരവസ്ഥ അതൊഴിവാക്കാമല്ലോ. അതുകൊണ്ടാ പോകാത്തത്. ജോബിൻ പോയി യാത്ര പറഞ്ഞിട്ട് വരട്ടെ. ഞാൻ പിന്നെ സൗകര്യം പോലെ അശ്വതിയെ വിളിച്ചോളാം. ഗീതയെങ്കിലും വന്ന് കണ്ട് യാത്ര പറയണമെന്ന് തോന്നി. അതാ ഞാൻ വന്നത്. വിജയ് ഇപ്പോഴെങ്ങാനും വരുമോ? ആ, ഞാൻ വിളിച്ചിരുന്നു. ഉടനെ എത്തുന്നു പറഞ്ഞു. ഡേസി വന്ന കാര്യം ഞാൻ പറഞ്ഞില്ല. വേണ്ട, പറയണ്ട. ചിലപ്പോ എന്നെ ഫേസ് ചെയ്യണ്ടെന്ന് കരുതി വിജയ് ഒഴിഞ്ഞു മാറിയാലോ. ബേബിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാനും ക്ലാസ് എടുക്കാനും ഒന്നും താല്പര്യമില്ല. പക്ഷെ ഇവിടെ ഇരുന്നാൽ മനസ്സിൽ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ചു കൂട്ടും. അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ച് ഉന്തിയും തള്ളിയും പറഞ്ഞു വിടുക. അത് വേണം ഗീത. വിജയെ സംബന്ധിച്ച് ഇപ്പൊ ഈ സങ്കടങ്ങളിൽ നിന്ന് കരകയറാൻ അത് മാത്രമാണ് ഒരു വഴി. ഗീത ഇപ്പൊ പാർലറിലൊന്നും പോകുന്നില്ലേ? അങ്ങനെ ഫുൾ ടൈം ഇരിക്കുന്നില്ല. അവിടുത്തെ കുട്ടി എഫിഷ്യൻ്റാ. പിന്നെ സ്ഥിരം ക്ലയൻസോ എന്തെങ്കിലും ഫംഗ്ഷനോ ഉണ്ടെങ്കിൽ പോവും. അങ്ങനെ മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഗീത. വിജയെ പോലെ ഗീതയും ഫുൾ ടൈം എൻഗേജ്ഡായി ഇരിക്കുന്നതാ നല്ലത്. മുരളിയുടെയും അശ്വതിയുടെയും കാര്യം ഓർത്താ എനിക്ക് സങ്കടം. ഡേസിയോടായതുകൊണ്ട് പറയാമല്ലോ. അശ്വതിയുടെ കാര്യം ഇപ്പൊ കഷ്ടമായിരിക്കുന്നു. മുരളി ഇടയ്ക്ക് ഇവിടെ ഒന്ന് വന്നിരുന്നു. അന്ന് അല്പം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ, അതിനിടയിൽ അങ്ങനെയൊന്ന് സംഭവിച്ചോ? അത് ആപത്താണ് ഗീത. എങ്ങനെയെങ്കിലും മുരളിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. VP അത് തന്നെയാ പറയുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ VPക്ക് നേരിട്ട് ഇടപെടാനൊരു മടി. അങ്ങനെ മടി തോന്നേണ്ട ഒരു കാര്യമില്ല. അവര് നല്ല ഫ്രണ്ട്സ് അല്ലേ? ഒരു ദുരന്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ മറ്റൊരു ദുരന്തത്തെ കൂട്ടുവിളിക്കല്ലോ വേണ്ടത്. വിജയോട് പറ, മുരളിയെ കണ്ട് കാര്യമായിട്ടൊന്ന് സംസാരിക്കാൻ. എന്തായാലും സംസാരിക്കാൻ തന്നെയാ VPയും തീരുമാനിച്ചിരിക്കുന്നത്. ആ, VP വന്നു. ഡേസിതെപ്പറ്റി? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. എന്താ വിശേഷിച്ച്? ഞങ്ങൾ ഇവിടുന്ന് പോവാ വിജയ്. ജോബിന് എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിൽ ജോലി ശരിയായി. നല്ലതാ. അപ്പൊ പിന്നെ ഡേസി അമ്മച്ചൊന്നും ഇവിടെ വന്നിട്ട് കാര്യമില്ലല്ലോ. ജോബിനും ഡേസിക്കൊക്കെ ഒരു മാറ്റം നല്ലതാ. നിങ്ങളെങ്കിലും ഈ ഓർമ്മകളിൽ നിന്ന് മാറി നിൽക്കൂ. സന്തോഷത്തോടെ പോയിട്ട് വരൂ. ഒരു കുടുംബമെങ്കിലും ഈ ഓർമ്മകളിൽ നിന്നും നാണക്കേടിൽ നിന്നൊക്കെ രക്ഷപ്പെടുമല്ലോ. എന്തായാലും ഞങ്ങളുടെയൊക്കെ ജീവിതം എങ്ങനെയായിപ്പോയി. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട വിജയ്. എല്ലാം മാറും. കാലത്തിനനുസരിച്ച് നമ്മളെല്ലാവരും പാകപ്പെട്ടല്ലേ പറ്റൂ. അതിനുവേണ്ടി നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റണമെങ്കിൽ അതിനും നമ്മൾ തയ്യാറാവണം. ഇതിലപ്പുറം നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടിയിരുന്നത് ഡേസി? അപ്പനു വേണ്ടി നമ്മൾ എന്തെല്ലാം കോംപ്രമൈസ് ചെയ്തു. ആണായി ജീവിക്കാനുള്ള ഇഷ്ടത്തിന് ആദ്യം എതിര് നിന്നെങ്കിലും പിന്നെ നമ്മൾ സമ്മതിച്ചില്ലേ? എല്ലാ കാര്യത്തിനും കൂട്ടുനിന്നില്ലേ? എന്നിട്ടും ഞങ്ങളുടെ മനസ്സ് അപ്പു കാണാതെ പോയി. ഞങ്ങളെ പറ്റി ഓർക്കണ്ടായിരുന്നു? പാവം, ആ അശ്വതി മുരളിയെങ്കിലും ഒന്നും ഓർക്കായിരുന്നില്ലേ? അതിന് അപ്പുനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വിജയ്. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും രണ്ടുപേരും ഒരുപോലെ ഉത്തരവാദികളല്ലേ? ട്രീറ്റ്മെന്റും സർജറിയും അതിൻ്റെതായ വഴിക്ക് നടക്കുമായിരുന്നു. ഒരു ആൺകുട്ടിയാണ് ഞങ്ങൾക്കെന്ന് ഞങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു തുടങ്ങിയതുവാ. എല്ലാം നേരെയായി വരികയായിരുന്നു ഡേസി. അതിൻ്റെ ഇടയിലാ അവരിങ്ങനൊരു അബദ്ധം. അതിന് ചെയ്തത് അബദ്ധമാണെന്ന് അവർക്ക് തോന്നുന്നില്ലല്ലോ ഗീത. അവരുടെ കണ്ണിൽ അത് ശരിയാ. നാളെ നമുക്കും അത് ശരിയായിട്ട് തോന്നുമായിരിക്കും. ഇനിയിപ്പോ അങ്ങനെ തോന്നില്ല എന്ന് വാശി പിടിച്ചിട്ടും കാര്യമൊന്നുമില്ലല്ലോ. ഇല്ല ഡേസി, ചിലപ്പോ അപ്പുവിനോട് ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റിയേക്കും. പക്ഷെ മാളുവിനോട് ഒരിക്കലും മുരളിക്ക് അശ്വതിക്ക് അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. അവർക്കതിന് കഴിയാത്തടത്തോളം കാലം ആ ശരിയുടെ കൂടെ നിൽക്കാൻ ഞങ്ങളും തയ്യാറല്ല.
അവരോട് അത്രയെങ്കിലും നീതി ഞങ്ങൾ കാണിക്കണേ ഡേസി. എന്തായി ട്രീറ്റ്മെന്റ് ഒക്കെ എങ്ങനെ പോകുന്നു? മാളുവിന് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് സർ. അവൾ ഇന്ന് വളരെ ഹാപ്പിയാ. ഗുഡ് ഗുഡ്. സർ, അവിടെ വീട്ടിൽ എന്തൊക്കെയാ വിശേഷം? എന്ത് വിശേഷം? പണിക്കർ സാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി തുടങ്ങിയിട്ടുണ്ട് വീണ്ടും. പിന്നെ മാളുവിന്റെ പേരൻസും ഒക്കെ ആയി വരുന്നുണ്ട്. രണ്ട് കൂട്ടർക്കും ഇതുവരെ ലീഗലി മൂവ് ചെയ്യാൻ തോന്നാത്തത് മഹാഭാഗ്യം. ഇവിടെ വന്നിട്ടിപ്പോ ഒരാഴ്ച കഴിയാറായി അല്ലേ? അതെ. എവിടെ നമ്മുടെ പേഷ്യന്റ്? വാ. മാളു, നിന്നെ കാണാൻ ഒരു ഗസ്റ്റ് ഉണ്ട്. ഹായ് സർ. ഗസ്റ്റ് ഒന്നൊന്നും പറയണ്ട, കൂട്ടുപ്രതി എന്ന് പറഞ്ഞാ മതി. അതെ, രണ്ടുപേരോടും ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ സർ? കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എപ്പോഴാവും പണിക്കർ സാറിനെ മുരളി സാറിനെ ഒന്ന് ഞെട്ടിക്കാൻ പറ്റുക? ഞാൻ എപ്പോഴാ റെഡിയാ. ദാ തീയതി സമയമൊക്കെ പറയേണ്ടത് ഇവളാ. എന്തു പറയുന്നു മാളു? ഉടനെങ്ങാനും അത് പ്രതീക്ഷിക്കാവോ? ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞ് ധൃതി കൂട്ടൊന്നും വേണ്ട. ടേക്ക് യുവർ ഓൺ ടൈം. എന്ന് മാളുവിന് ഇവിടുന്ന് പോകണമെന്ന് തോന്നുന്നു അന്ന് പറഞ്ഞാൽ മതി, അല്ലേ? അപ്പോ ഞാനേ ഡോക്ടറിന് കണ്ടിട്ട് വരാം. ആ. കൂടുതൽ ആലോചിക്കണ്ട, നിന്റെ പരിപാടി നടക്കട്ടെ. നീ ഇരിക്കേ. പിന്നെ എനിക്ക് വേറെ പണിയുണ്ട്. അപ്പോ ഡോക്ടർ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയല്ലേ? ഗുഡ്. ഒരു കണക്കിന് നോക്കിയാ ഡോക്ടർ ഇപ്പൊ ഈ എടുത്ത തീരുമാനം തന്നെയാ നല്ലത്. ഇനിയിപ്പോ ഈ നാട്ടിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അത് മാത്രമല്ല ഹിമ, മമ്മിക്കും ഇവിടെ വല്ലാതെ ഫെഡപ്പായി തുടങ്ങിയിരിക്കുന്നു. പിന്നെ എന്റെ കരിയറും എനിക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. അതിന് നല്ലത് പുതിയൊരു സ്ഥലമാണെന്ന് തോന്നി. തീർച്ചയായും. അതുകൊണ്ടാണ് ഡോക്ടറിന്റെ ഈ തീരുമാനം എന്തുകൊണ്ടും നല്ലതായി എന്ന് പറഞ്ഞത്. അല്ല, ചോദിക്കുന്നത് കൊണ്ട് വേറൊന്നും തോന്നരുത്. അപ്പുവിനെയും മാളവികയെയും കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ? നോ ഹിമ, ആ ഒരു തവണ അപ്പു വിളിച്ചതെന്നല്ലാതെ പിന്നെ വേറെ ഒരു ഇൻഫർമേഷനും എനിക്കില്ല. പോലീസിൽ അറിയിക്കരുതെന്ന് അപ്പുവിന്റെ ഭീഷണി നിലനിൽക്കുന്നതുകൊണ്ട് ഇതുവരെ ലീഗൽ സൈഡിൽ നിന്ന് ഒരു ഇൻവെസ്റ്റിഗേഷനും അവരുടെ പാരന്റ്സ് ശ്രമിക്കുന്നുമില്ല. ആ, ഒരു കണക്കിന് അങ്ങനെ ഒരു ഫൈറ്റ് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ജോബിൻ എന്ന് പറഞ്ഞതുപോലെ ലെറ്റ് ദം ലീവ്. പക്ഷെ അവരിങ്ങനെ ജീവിക്കുമെന്നുള്ളതാണ്. പാരന്റ്സിൽ നിന്നുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടൊക്കെ ഇപ്പൊ ഇല്ലാതായി കാണുമല്ലോ. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. അവർ ഈ നാട്ടിൽ തന്നെ ഉണ്ടോ എന്നുള്ള കാര്യം പോലും എനിക്ക് സംശയം. ഏതായാലും രണ്ടുപേരും വല്ലാത്തൊരു റിസ്ക് എടുത്തിരിക്കുന്നത്. ജോബിന്റെ മമ്മിയുടെ യാത്ര ഉടനെ ഉണ്ടാവുമോ? ഉണ്ടാവും. വലിയ താമസമൊന്നുമില്ല അതിന്. ഏറിയാൽ 1-2 ദിവസത്തിനകം ഞങ്ങൾ ഇവിടുന്ന് പോവും. പുതിയ സ്ഥലം, പുതിയ ആൾക്കാർ. എനിവേ, ബെസ്റ്റ് ഓഫ് ലക്ക് ജോബിൻ. താങ്ക് യു ഹിമ. ആ, പിന്നെ ഒരു കാര്യം കൂടി. അപ്പൂനും മാളൂനും ലീഗലി ഒരുമിച്ച് ജീവിക്കാൻ
ആദ്യം ഞങ്ങളുടെ ഡിവോഴ്സ് വേണ്ടി വരുമല്ലോ. മാളു എപ്പോൾ ആവശ്യപ്പെട്ടാലും കോടതിയിൽ ഹാജരാവാൻ ഞാൻ തയ്യാറാണെന്ന് മാളു വിളിക്കുകയാണെങ്കിൽ ഹിമ അറിയിച്ചേക്കൂ. ഇനി അതിന്റെ പേരിൽ അവർക്കൊരു ടെൻഷൻ വേണ്ടല്ലോ. ആ കുട്ടി വിളിക്കാൻ നോക്കട്ടെ. ശരി ഹിമ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഹായ് ഹിമ, ജോബിനെപ്പോ വന്നു? കുറച്ചു നേരമായി. അപ്പൂനെ മാളുവിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ? ഞാൻ ഇറങ്ങട്ടെ ഹിമ. ജോബിൻ പ്ലീസ്. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. തന്നെ വേദനിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല. എന്നെ വേദനിപ്പിക്കാതിരിക്കാൻ അലീന കാണിച്ച ഈ മനസ്സിന് ഒരുപാട് നന്ദി. എന്തായാലും തന്നെ ഇപ്പൊ കണ്ടത് നന്നായി. ഞാനും എന്റെ മമ്മിയും ഇവിടുന്ന് പോവാ. ഇസ് ഇറ്റ്? എവിടേക്ക്? ആ, അതെവിടേക്കെങ്കിലും ആയിക്കോട്ടെ. ഇനി മാളുവിന്റെ അപ്പൂന്റെയും കാര്യം പറഞ്ഞ് ദയവ് ചെയ്ത് എന്റെ പിന്നാലെ വരരുത്. എവിടെയെങ്കിലും പോയി ഞാൻ സ്വസ്ഥമായിട്ടൊന്ന് ജീവിച്ചോട്ടെ. പിന്നെ പോകുന്നതിന് മുമ്പ് എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്താൽ കൊള്ളാം. താൻ പറഞ്ഞു പെരുപ്പിച്ച ഒരു പച്ച കള്ളമുണ്ടല്ലോ, അത് വെറും നുണയായിരുന്നു എന്ന് താനായിട്ട് വന്ന് എന്റെ മമ്മി ഒന്ന് കൺവിൻസ് ചെയ്താൽ കൊള്ളാം. കാരണം അങ്ങനൊരു അപവാദം ഉണ്ടാക്കിയ ആള് തന്നെ അത് നിഷേധിച്ചാൽ എന്റെ മമ്മിക്കൊരു സമാധാനമാവും. അതുകൊണ്ട് മാത്രം. ബൈ. ഡോക്ടർ ഇപ്പോഴും ഉടക്കുമൂടലാണല്ലോ വക്കീലെ. എന്ത് പറ്റി? അതുപോലുള്ള നല്ല കാര്യങ്ങളാണല്ലോ താൻ അയാൾക്ക് വേണ്ടി ചെയ്തത്. എടോ, ഇനി ആ പാവത്തിന് വിട്ടേക്ക്. ഇപ്പൊ പറഞ്ഞതുപോലെ അയാളും മമ്മിയും എവിടെയെങ്കിലും പോയി മനസ്സമാധാനത്തോടെ ജീവിച്ചോട്ടെ. ജീവിച്ചോട്ടെ. അതിനെന്തിനാ വല്ല നാട്ടിലും പോകുന്നേ? അവർക്ക് ഈ നാട്ടിൽ കഴിഞ്ഞൂടെ? നോക്കിക്കോ, അവരെങ്ങോട്ടും പോവാൻ പോകുന്നില്ല. അതോർത്ത് വക്കീല് പരിഭ്രമിക്കണ്ട. ഇപ്പോഴും താൻ അയാളെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അല്ലേ? അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ പറ്റുമോ? ആള് നമ്മുടെ സ്വന്തം കക്ഷിയല്ലേ. നീ ഇതെവിടെയായിരുന്നു? ഞാൻ റിസപ്ഷൻ ഏരിയയിലേക്ക് വന്ന് നോക്കിയപ്പോ കണ്ടില്ലല്ലോ. ഞാൻ നന്ദൻ സാറുമായിട്ടെ ഇവിടുത്തെ സ്റ്റാഫിന്റെ ഫോണിലൊന്ന് സംസാരിക്കായിരുന്നു. എന്ത് പറഞ്ഞു നന്ദൻ സാർ? നമ്മുടെ വീട്ടില് വേറെ പ്രോബ്ലം ഒന്നുമില്ലല്ലോ. വീട്ടില് വേറെ പ്രോബ്ലം ഒന്നുമില്ല. എല്ലാവരും കുറച്ചൊക്കെ നോർമലായി വരുന്നെന്നാ നന്ദൻ സാർ പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ രണ്ടുപേരുടെയും പേര് ലിസ്റ്റിൽ നിന്ന് വെട്ടിയിട്ടുണ്ടാവും. എവിടെയെങ്കിലും പോയി പിഴച്ചോട്ടെ എന്നായിരിക്കും വിചാരിക്കുന്നത്. അപ്പോ ഞാനൊരു കാര്യം ചോദിച്ചാ നീ സീരിയസ് ആയിട്ട് മറുപടി പറയോ? എന്താ? 1-2 ആഴ്ച കഴിഞ്ഞ് ഞാൻ നീ നാട്ടിലേക്ക് തിരിച്ചു ചെല്ലുന്നെന്ന് വിചാരിക്ക. നമ്മളെ നമ്മുടെ വീട്ടുകാരെ സ്വീകരിക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെ ഈ മാറി നിൽക്കലിന്റെ യഥാർത്ഥ കാരണം അറിഞ്ഞാ സ്വീകരിക്കും തന്നെ എന്റെ പ്രതീക്ഷ. ഇല്ല അപ്പോ. ഒരുപക്ഷെ ബേപ്പി അങ്കിളിനും ഗീതാന്റിക്കൊക്കെ സത്യാവസ്ഥ അറിയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റുമായിരിക്കും. പക്ഷെ എന്റെ കാര്യം നേരെ തിരിച്ചായിരിക്കും. ഒരിക്കലും അച്ഛനും അമ്മയും എന്നെ ഇനി സ്വീകരിക്കുന്നു തോന്നുന്നില്ല. അതൊക്കെ നിന്റെ വെറും തോന്നല മാളു. നീ ഇവിടെ നിന്ന് മടങ്ങുന്നത് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന മാളുമായിട്ടല്ല, ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കഴിവുള്ള നല്ല മനസ്സുറപ്പുള്ള ഒരാളായിട്ടാ. പിന്നെ കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകളാ മുരളിയെങ്കിലും അശ്വതി ആന്റിയും ഒക്കെ. പിന്നെ നിന്റെ മുത്തശ്ശിയുടെ സൈഡിൽ നിന്ന് കുറച്ച് ദിവസം ഭൂകമ്പമൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് വഴി അങ്ങ് ശരിയാക്കാവുന്നല്ലേ ഉള്ളൂ. തിരിച്ചു ചെന്നാലും എല്ലാരും നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് ഇതേ ഇന്റൻസിറ്റിയിൽ അംഗീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അപ്പോ? ഞാൻ പറഞ്ഞില്ലേ മാളു, അപ്പു മാളു ആരാണെന്നും അവരുടെ റിലേഷൻ എന്താണെന്നും എല്ലാവരും മനസ്സിലാക്കി കൊടുക്കാൻ ഇങ്ങോട്ട് വന്നത്. അതിലവർ ഭയക്കുന്നത് പോലെയോ ആശങ്കപ്പെടുന്നത് പോലെയോ ഒന്നുമില്ലെന്ന തിരിച്ചറിവുണ്ടാവുമ്പോൾ അവര് പിന്നെ നമ്മളെ റെസ്ട്രിക്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ആ കൂട്ടത്തില് ജോബിൻ ഡോക്ടറും പെടുവോ? എന്താ നീ ഒന്നും മിണ്ടാത്തെ? നമ്മുടെ ഈ യാത്രയുടെ ഉദ്ദേശശുദ്ധി അതേ ഇന്റൻസിറ്റിയില് ജോബിൻ ഡോക്ടറിന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഷുവർ. എനിക്ക് തോന്നുന്നത് മറ്റാരേക്കാളും ജോബിനും ഡേയ്സാന്റിയും തന്നെയാണ് അത് ആദ്യം മനസ്സിലാക്കുക എന്നാ. മാളു, നേരത്തെ വിളിച്ചപ്പോ നന്ദൻ സാർ ഒരു കാര്യം പറഞ്ഞു. അത് കേട്ടാ നീ അപ്സെറ്റ് ആവോ? എന്താപ്പോ? നീ പറ അപ്പോ. എന്തായാലും ഞാൻ ഓക്കെയാ. ഡേയ്സാന്റിയും ജോബിനും ഇവിടുന്ന് പോവാന്ന്. പോവുകയാ?
എങ്ങോട്ട്? കൊച്ചിയിലെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ശരിയായിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ആന്റിയും കൂട്ടി ഡോക്ടർ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാം നാളെ തന്നെ. മാളു, അവരിവിടുന്ന് പോകുന്നതിന് മുമ്പ് നിനക്ക് അവരെ കാണുന്നുണ്ടോ? പറയൂ. വേണ്ടപ്പോ, അവര് പോയിക്കോട്ടെ. കണ്ടാലും ഡോക്ടർക്ക് എന്നോടൊന്നും പറയാനുണ്ടാവില്ല. തിരിച്ചെനിക്കും. അവരുടെയൊക്കെ മനസ്സിൽ നമ്മൾ ഒളിച്ചോടി ഒരുമിച്ച് ജീവിതം തുടങ്ങിയവർ തന്നെയായിരിക്കും. ആ നാണക്കേടിന്ന് ഒഴിവാവാൻ വേണ്ടിയാവും ആന്റിയും കൂട്ടി ഡോക്ടർ ഇവിടെ നിന്ന് പോകുന്നത്. പോയിക്കോട്ടെ, എവിടെയെങ്കിലും പോയി ആശ്വാസത്തോടെ ജീവിക്കട്ടെ. എനിക്ക് കാണണ്ടപ്പോ.